മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് വരും മണിക്കൂറുകളിലും പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, അതിശക്തമായ മഴ പലയിടത്തും ലഭിക്കുന്ന നിലയുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലാണെങ്കിൽ പലയിടത്തും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന നിലയുണ്ടായി. വരും മണിക്കൂറിൽ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നത് എന്താണ് അലക്സ്? റിജിത്ത്, അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ആ തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇന്ന് പ്രധാനമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലാകട്ടെ മഴ കനക്കാനാണ് സാധ്യത. അതിശക്തമായ മഴയ്ക്ക് രാത്രിയും വടക്കൻ കേരളത്തിൽ സാധ്യതയുണ്ട്. മലയോര മേഖലയിലും രാത്രിയിൽ മഴ തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ വടക്കൻ കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം നിലനിൽക്കുന്നുണ്ട്. രാത്രിയും ആ മഴ സാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നു. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത 9 ജില്ലകളിലുണ്ട്. ഈ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുള്ള ജില്ലകളിൽ 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതിനാൽ കൃത്യമായ ജാഗ്രത വേണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ മേഖലയിലാകെ മഴ പെയ്യുന്ന സാധാരണയായി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പെട്ടെന്നുള്ള അത്തരത്തിൽ ശക്തമായ മഴ ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അതുപോലെ വെള്ളപ്പൊക്കത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒപ്പം സർക്കാർ സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങൾ നടത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതിനാൽ പൊതുജനങ്ങൾ ആ മേഖലയിലും ജാഗ്രത തുടരേണ്ടതുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വടക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കർണാടക തീരത്തും നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വടക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ഒപ്പം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ, അത് കേരളത്തിൻ്റെ തീരദേശ മേഖലയിലാകെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ മഴ വ്യാപകമാകാൻ കാരണമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റിജിത്ത്, എന്താണെങ്കിലും 3 ദിവസം കൂടി ആ മഴ അങ്ങനെ തുടരാൻ സാധ്യതയുണ്ട്. ശരി, 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. വരും മണിക്കൂറിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ശക്തമായ കാറ്റിന്, ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പലയിടത്തും മഴക്കെടുതി അതിരൂക്ഷമാണ്. പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുമുണ്ട്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒട്ടേറെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വാർത്താ പകലിൽ പുറത്തുവന്ന മഴക്കെടുതിയുടെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.